ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. രാഹുൽ ഈശ്വർ സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻസാരി ഉസ്താദിനെ കുറിച്ച്. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. കാരണം നമുക്ക് ഈ ഒരു മതസൗഹാർദ്ദം, ഈ ഒരു ഐക്യത, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. രാഹുൽ ഈശ്വർ സാറിൻ്റെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നൊരു സംഖ്യയോട് കൂടി സാറ് പറയുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണാനിടയായത്. ഇതിൽ എനിക്ക് ഇഷ്ടമായത് സാറ് നല്ല വ്യക്തമായിട്ട് പണ്ഡിതന്മാരോട് ചോദിച്ചറിഞ്ഞ് വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു രാഹുൽ ഈശ്വർ സാർ അറിയാം. അതുപോലെ തന്നെ അൻസാരി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് അൻസാരി ഉസ്താദിന് ചെയ്തിട്ടുണ്ട്. അൻസാരി ഉസ്താദ് പറയുന്ന ഓരോ സംഭവങ്ങൾ ഇത്രക്കും വ്യക്തമായി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേറെ ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അൻസാരി ഉസ്താദ് അതിൽ എന്താ പറയുക, നമുക്കൊക്കെ ഒരു അഭിമാനമായിട്ട് ഉള്ള ഉസ്താദ് തന്നെയാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വർ സാർ പറയുന്നത് കുറച്ച് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയുണ്ടായി. ഇദ്ദേഹം രാഹുൽ ഏട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു. അപ്പോൾ എന്ത് പറയണമെന്ന് പെട്ടെന്ന് ഒരു നിമിഷം എനിക്കൊരു ഞെട്ടൽ. ഇപ്പം നമ്മളെ രാഹുൽ ഏട്ട സാധാരണ നമ്മൾ ഈ ആത്മീയ നേതാക്കളാകട്ടെ, അത് ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, ബൗദ്ധരാകട്ടെ, ഇവരെല്ലാം നമ്മളൊരു ഹൈ പെഡസ്റ്റലിലാണ്, വലിയൊരു തലത്തിലാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പം നമ്മുടെ ഉസ്താദ് നേരെ വന്ന് രാഹുൽ ഏട്ട എന്നെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് റെസ്പോണ്ട് ചെയ്യണം, ആ റെസ്പോൺസ് എന്തായിരിക്കണമെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ എന്ത് വിളിക്കണം, അതായത് അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിക്കണോ അല്ലെങ്കിൽ അൻസാരിജി എന്ന് വിളിക്കണോ തുടങ്ങിയ കാര്യങ്ങളുണ്ടായി. അദ്ദേഹം എൻ്റെ വീഡിയോ വെച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിന് വളരെയധികം നന്ദി പറയുന്നു. പല ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളും അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്, കാര്യമായി അറിയാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പലരുടേന്നും എനിക്ക് ഇതേപോലെ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ, അറിവിൻ്റെ, പരിശുദ്ധ ഖുറാന്റെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ശരിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേട്ടില്ലേ, ഇതുപോലെ വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഒരുപാട് ഖുറാന്റെ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും നിയമങ്ങളാണെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ടാണ് രാഹുൽ ഈശ്വർ സാറ് ഓരോ വീഡിയോസിലും പറയുന്നത്. ഇതുപോലെ ഹൈന്ദവ സഹോദരന്മാരിലായിക്കോട്ടെ, ക്രിസ്ത്യൻ സഹോദരന്മാരിലായിക്കോട്ടെ, എല്ലാവരിലും നന്മയും ഒക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത്രക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നവർ ചുരുക്കം എന്ന് മാത്രം. രാഹുൽ ഈശ്വർ സാർ പറയുന്നത് പോലെ മതസൗഹാർദ്ദം, ഐക്യത, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ കുറെ വർഗീയത വാരി വിതറുകയല്ല. സർ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, അതുകൂടി കേൾക്കാം. നമ്മുടെ ആധുനിക തലമുറയിലെ എല്ലാവരും, പ്രത്യേകിച്ച് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരും ഈ സാമൂഹിക മാധ്യമങ്ങൾ അടക്കം കൂടി ഉപയോഗിച്ച് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. ഈ പോസിറ്റീവ് നമ്മുടെ രാജ്യത്തിന് വളരെ ആവശ്യമാണ്. ഞങ്ങൾ മത ആത്മീയ നേതാക്കളാണ്, ഞങ്ങൾ ഈ ആധുനിക ടെക്നോളജി ഒന്നും യൂസ് ചെയ്യില്ല എന്നൊരു തെറ്റിദ്ധാരണ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ട്. അത് പാടില്ല. പകരം ഈ ടെക്നോളജിയും, സയൻസ് ആൻഡ് ടെക്നോളജിയും ദൈവം തരുന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയും പ്രകൃതിയും പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടാവ് തന്നെ തരുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് നന്മ, സൗഹാർദ്ദം, ഹിന്ദു മുസ്ലിം ഐക്യം, ഒരുമ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കണം. അതെ, വളരെ സത്യമായൊരു കാര്യമാണ്. കാരണം ഒരുപാട് പണ്ഡിതന്മാരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, ചില ആളുകൾക്ക് ഒക്കെ തെറ്റിദ്ധാരണയുണ്ട്. സാധാരണക്കാരാണെങ്കിലും ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്യാൻ തെറ്റാണ്, അങ്ങനെ പല രീതിയിലുള്ള തെറ്റായ ധാരണയുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം പോസിറ്റീവായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിലും നമുക്ക് പുണ്യമുണ്ട്. പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യണം, അല്ലാതെ തോന്നിവാസം കാട്ടിക്കൂട്ടാനും വർഗീയത കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇത് മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയും ഇതൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ആരും മാത്രം നല്ല രീതിയിൽ ഇത് യൂസ് ആക്കണില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ അൻസാരി ഉസ്താദ് ആയിക്കോട്ടെ, രാഹുൽ ഈശ്വർ സാർ ആയിക്കോട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഇവരുടെ ഈ ഒരു ഐക്യതയും കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകട്ടെ. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് ഇവരിൽ നിന്ന് കിട്ടാൻ സാധിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.